അതായത് പ്രസംഗങ്ങൾ പോലും എഴുതി കൊടുത്തുകൊണ്ടാണ് വിഎസിനെ നിയന്ത്രിച്ചത്. എപ്പോഴും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വലിയ തോൽവികളുടെ ഒരു പടുകുഴിയിൽ കിടക്കുന്ന കോൺഗ്രസിൻ്റെ മുമ്പിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പോളിസി കൊണ്ടുവരികയാണ്. ക്രിയാത്മക പ്രതിപക്ഷമായി നമുക്ക് നിലനിൽക്കാം. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിയമസഭാ കക്ഷിക്കകത്ത് പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ നേരിടുന്ന ആദ്യ വെല്ലുവിളി. ഭരണപരമായ മറ്റ് പ്രശ്നങ്ങളുണ്ട്, ബ്യൂറോക്രസി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പോലീസ് നയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വികസന മുരടിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ കേരളം നേരിടുന്നുണ്ട്. കേരളത്തിലെ UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ട് മുതിർന്ന നേതാക്കൾ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പിന്തള്ളിയാണ് സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ടീം UDFനെ 102 സീറ്റ് എന്ന ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനെ തന്നെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തിക്കുന്നു എന്ന വിശേഷം കൂടി ഇതിനൊപ്പമുണ്ട്. വി ഡി സതീശൻ്റെ കടന്നുവരവ് കോൺഗ്രസിലെയും ടീം UDFിലെയും ഒരു തലമുറ മാറ്റത്തിൻ്റെ തുടക്കമാകുമോ? വി ഡി സതീശനും ടീം UDFിനും ഇനി മുന്നോട്ടുള്ളത് ഒരു പുതുയുഗ യാത്രയുടെ 5 വർഷങ്ങളാകുമോ? ഈ വിഷയമാണ് ഇന്ന് ഇൻബിറ്റ്വീനിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഇൻബിറ്റ്വീനിലേക്ക് സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വി ഡി സതീശൻ്റെ വരവ്, നമ്മളത് പറയാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത് രണ്ട് മുതിർന്ന നേതാക്കൾ ലൈവായി നിൽക്കുമ്പോൾ KC വേണുഗോപാൽ ഇന്ത്യയിൽ തന്നെ ഇരിക്കുന്ന ദേശീയ തലത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. രമേശ് ചെന്നിത്തല അതേപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വളരെ പ്രസക്തനായ ഒരു നേതാവാണ്. ഈ രണ്ട് നേതാക്കളും അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ പിന്തള്ളി താരതമ്യേന ചെറുപ്പക്കാരനായ വലിയ ഭരണപരിചയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ പരിചയമുള്ള ആളാണെങ്കിലും ഇത്തരത്തിൽ അധികാര കസേരകളിൽ വലിയ പരിചയമില്ലാത്ത വി ഡി സതീശൻ കടന്നു വരുന്നു. വി ഡി സതീശൻ്റെ വരവിനെ നമുക്ക് കോൺഗ്രസ്സിലെ ഒരു ജനറേഷൻ ഷിഫ്റ്റ്, ഒരു തലമുറ മാറ്റമായിട്ടൊക്കെ കരുതാമെന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. കാരണം മുതിർന്ന നേതാക്കൾ പലരും നോക്കി നിൽക്കെ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. പരിചയമൊന്നും അവിടെ ജനവികാരം മാത്രമാണ് അവിടെ അടിസ്ഥാനമാകുന്നത്, അയാളുടെ പ്രകടനമാണ് അടിസ്ഥാനമാകുന്നത്. അതിനൊരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം പച്ചക്കൊടി കാട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ്. വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശനെ മുന്നോട്ട് വയ്ക്കാൻ നിർബന്ധിതരായി എന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. ഒരു തലമുറ മാറ്റം തന്നെയല്ലേ കാണാനാവുന്നത്? തലമുറ മാറ്റം എന്ന് പറയാം, പക്ഷേ അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ മാറ്റമാണത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 2006 VS അച്യുതാനന്ദൻ എങ്ങനെയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് അതിന് സമാനമായൊരു സാഹചര്യം തന്നെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. 2006 അനുഭവങ്ങൾ ഓർമ്മയുണ്ടാകും. അന്ന് CPM VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അന്ന് ഇത്രയും ടെലിവിഷനുകളും ഇല്ല, മീഡിയയൊന്നും അത്രയും സജീവമല്ല. പക്ഷേ ഒരു വൈകുന്നേരം ആളുകൾ VSന് സീറ്റ് നിഷേധിച്ചു എന്നുള്ള വാർത്ത അറിയുമ്പോൾ ആളുകൾ പല ഭാഗങ്ങളിലായി തെരുവിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി ഒടുവിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഇടപെട്ടുകൊണ്ട് വലിയൊരു മൂവ്മെൻറ്റായി അത് മാറിയിരുന്നു. പോളിറ്റ് ബ്യൂറോയ്ക്ക് ഇടപെട്ടുകൊണ്ട് VSന് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഉണ്ടായത്. കേരളത്തിലെ പാർട്ടിയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് അന്ന് ചെയ്തത്. ഏതാണ്ട് VS അച്യുതാനന്ദൻ പിന്നീട് മുഖ്യമന്ത്രിയാവുന്നു. 2006 അധികാരത്തിൽ വന്നു. LDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു, മുഖ്യമന്ത്രിയാകുന്നു. VSന് പിന്നീട് അങ്ങോട്ട് ജനകീയനായൊരു നേതാവായി മാറുകയായിരുന്നു. അതുവരെ പാർട്ടി സെക്രട്ടറി എന്നതിൽ കടുപ്പക്കാരനായ കർക്കശക്കാരനായ ഒരാളെന്ന നിലയ്ക്ക് അതിൽ നിന്ന് മാറി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന വളരെ ശക്തനായൊരു ജനകീയ നേതാവായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം പോലും വലിയൊരു ജനപിന്തുണയോടുകൂടിയാണ്, വലിയൊരു ജനങ്ങളുടെ വികാരനിർഭരമായ യാത്രയപ്പാണ് ഉണ്ടായത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇതിലൂടെ വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി, നേരത്തെ ബിനോയ് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് വരുന്നത്. പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ, കോൺഗ്രസ്സിലെ 60-ലധികം MLA-മാരിൽ ഭൂരിപക്ഷവും നിരീക്ഷകർക്ക് ഡൽഹിയിലെത്തുമ്പോൾ പാർലമെൻറ്റ് അംഗമായ വേണുഗോപാലിനെ, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ രണ്ടാമത് വന്നത് രമേശ് ചെന്നിത്തലയുടെ ഭരണപരിചയത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. പാർലമെൻ്ററി പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം, ഇതുവരെയുള്ള പ്രതികരണം അനുസരിച്ചിട്ട് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ജനങ്ങൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടപ്പോൾ പല ഭാഗങ്ങളിലായി ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു തരത്തിലുള്ളൊരു വലിയ ജനവികാരം
ഈ തെരഞ്ഞെടുപ്പിൽ ശേഷം ആ ജനവികാരമാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതായി വി ഡി സതീശൻ നയിച്ച ഈ യാത്ര, പുതുയുഗ യാത്ര എന്ന് പറയാം. അതൊരു പുതുയുഗ, നേരത്തെ ചോദിച്ചതുപോലെ അതൊരു പുതുയുഗമായി യാത്രയായി മാറുമോ എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും സതീശൻ നയിച്ച യാത്രയ്ക്കിട്ട പേര് പുതുയുഗ യാത്രയെന്നായിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടത്. അതിൻ്റെ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു. അത് ചോദ്യം ചെയ്യപ്പെടാത്തൊരു നേതൃത്വമായിരുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണ, കേരള കോൺഗ്രസിൻ്റെ പിന്തുണ, ചെറിയ പാർട്ടികളിലേക്ക് പിന്തുണച്ചുകൊണ്ട് ഒരു ടീം UDF എന്നുള്ള ആ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഈ 102 സീറ്റിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ ഈ ടീം UDFും ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ച ജനങ്ങളും, അല്ലെങ്കിൽ സതീശൻ്റെ അനുയായികളായിരിക്കാം, അവരും ശക്തമായി രംഗത്തിറങ്ങിയതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത്. നമ്മൾ ഈ പറയുന്ന ഒരു സമയത്തെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ട്, ഒരു ഭംഗിയുള്ള ഗ്രോത്ത്. ഒരു പക്ഷേ ഒരു കാലത്ത് ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ മാത്രം ഉമ്മൻചാണ്ടി സർക്കാരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവ്, ഒരു പക്ഷേ സ്പീക്കറാക്കാമെന്നൊക്കെയുള്ള ആവശ്യങ്ങളൊക്കെ അദ്ദേഹം, നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം ആ കാലത്തത് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് വി ഡി സതീശൻ. അവിടെ നിന്ന് പതിയെ പതിയെ ഒരു അവഗണനയുടെ കസേരയിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടു, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു, തുടർച്ചയായ അവസരങ്ങൾ നിഷേധിക്കും. അതൊരു പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയാകുമ്പോൾ തന്നെ വി ഡി സതീശൻ പറയുകയുണ്ടായി, എനിക്ക് നഷ്ടപ്പെട്ട് പരിചയമുള്ള ആളാണ്, എനിക്കതുകൊണ്ട് ഇതൊക്കെ ഞാൻ താങ്ങും എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ്റെ ഭാഗത്ത് തന്നെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ രണ്ടാം തവണയും അധികാര നഷ്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, ടീം UDFിനെ സംബന്ധിച്ച് വലിയ ആഘാതമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ വലിയ തോൽവികളുടെ ഒരു പടുകുഴിയിൽ കിടക്കുന്ന കോൺഗ്രസിൻ്റെ മുമ്പിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പോളിസി കൊണ്ടുവരികയാണ്. ക്രിയാത്മക പ്രതിപക്ഷമായി നമുക്ക് നിലനിൽക്കാം. ആ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നിയമസഭയിൽ ഉണ്ടാകുന്നു. സതീശൻ ഒരു മികച്ച നേതാവായിട്ട് പതിയെ വളരുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു നേതാവ് സതീശനെതിരെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ സതീശനൊരു ഓർഗാനിക് വളർച്ചയുണ്ട്. അത് കുറേ നാൾ കൊണ്ട് സതീശൻ നേടിയെടുത്തിട്ടുള്ള പഠനം കൊണ്ട്, ആഴത്തിൽ കാര്യങ്ങൾ അറിഞ്ഞ് പ്രതികരിച്ചു കൊണ്ടൊക്കെ സതീശൻ നേടിയെടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സതീശൻ നിയമസഭയിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിത്വമായി മാറുന്നു. പ്രതിപക്ഷ നേതാവ്, എനിക്കൊന്നു അടുത്ത കാലത്തുണ്ടായ പ്രതിപക്ഷ നേതാക്കളിൽ കൃത്യമായിട്ട് ഇത്രയും ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെ ഇങ്ങനെ കുറച്ചധികം ഗുണഗണങ്ങൾ ഒത്തുചേർന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് ഗ്രോത്ത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനൊപ്പം ഉള്ള ജനങ്ങളുടെ ഒരു സൈക്കോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും ഈ മറ്റ് കോൺഗ്രസിൻ്റെ വിവിധ ഘടകങ്ങളിലാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഘടകകക്ഷി, ലീഗിനെ പോലെ വളരെ പക്വതയുള്ള ഒരു ഘടകകക്ഷി വി ഡി സതീശന് വേണ്ടി അഭിപ്രായ പ്രകടനം, മുഖ്യമന്ത്രി കസേരയിൽ ആരെത്തണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഈ ജഗതിയൊക്കെ സിനിമയിലൊക്കെ പറയുന്നൊരു വളച്ചു കെട്ടി ഞങ്ങളുടെ ഇതാണ് താല്പര്യം എന്ന രീതിയിൽ ഒരു പ്രതികരണമൊക്കെ വരുന്നത്. അതൊരു നമ്മൾ സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് വളരെ സാഹസികമായിരുന്ന നിലപാടാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ല എങ്കിൽ, 100 സീറ്റ് നേടിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പ്രഖ്യാപിച്ചത്. ചില്ലറ എനർജി ഒന്നും അല്ല അത് കൊടുക്കുന്നത്, ചില്ലറ സാഹസികതയല്ല. ഒരു പക്ഷേ LDF ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എങ്കിൽ സതീശന് വനവാസത്തിന് പോകേണ്ടി വരുമായിരുന്നു. പറയുന്ന പോലെ വനവാസത്തിന് പോകുന്നറിയില്ല, പക്ഷേ പോകാൻ നിർബന്ധിതമാകുമായിരുന്നു. കുറച്ച് കാലത്തേക്കെങ്കിലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും. വനവാസം എന്നുള്ള ഉദ്ദേശിച്ചത് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു വലിയ ആത്മവിശ്വാസം ഈ കോൺഗ്രസിൻ്റെ അണികൾക്കും UDFിനും കൊടുത്തിരുന്നു. ഈ വിജയത്തിൻ്റെ ഒരു വലിയ എനർജൈസർ എന്ന് പറയുന്നത് ആ 100 സീറ്റിലധികം നേടുമെന്ന് സതീശൻ നിരന്തരം പറഞ്ഞതാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ പിൻബലം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം, അതുപോലെ തന്നെ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയ വലിയ നേട്ടം, ഇതൊക്കെ പല പ്രവചനാത്മകമായ രീതിയിലാണ് സതീശൻ പറഞ്ഞത്. ഇത്ര കോർപ്പറേഷനുകൾ ഞങ്ങൾക്ക് കിട്ടും, ഇത്ര പഞ്ചായത്തുകൾ കിട്ടും, ഇത്ര മുനിസിപ്പാലിറ്റികൾ കിട്ടും, ഇത്ര ഒരു മണ്ഡലത്തിൽ ഇത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ഓർക്കണം, 12 മന്ത്രിമാർ തോൽക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഒരു 100 സീറ്റ് എന്ന് പറയുന്നത് സതീശൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാവുന്നില്ല. അത് തെരഞ്ഞെടുപ്പിൽ ഒരു നേതാവ് പറയുന്ന ഒരു കാര്യമാണ്. അണികളെ എനർജൈസ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു പ്രഖ്യാപനം നേതാക്കന്മാരോട് പറയാറുണ്ട്. ഇപ്പോൾ LDF 110 സീറ്റ്
നേടണമെന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് അണികളോട് പക്ഷേ ഈ വനവാസത്തിന് രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നുള്ളതൊരു സാഹസ്യമായൊരു പ്രഖ്യാപനമാണ്. അപ്പോൾ ഇത് ഉടനീളം ഈ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ 102 സീറ്റിലേക്ക് എത്തുന്നത്. അതിന് മാത്രമല്ല ഈ മുന്നണിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. കേരള കോൺഗ്രസിൻ്റെയൊക്കെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു, എന്നിട്ട് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നത് വരെ, പൂർത്തിയാകുന്നത് വരെ കോൺഗ്രസിനകത്തും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. ഒരുപക്ഷെ ഈ സതീശൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച്, സതീശൻ ഒരു തരം സെമി കേഡർ രീതിയാണ് കോൺഗ്രസിനുള്ളിൽ സ്വീകരിക്കുന്നതാണ് നമുക്കൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. അതായത് കോൺഗ്രസിനുള്ളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ ദൃഢമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, ഒരുപക്ഷെ മതേതരത്വത്തെക്കുറിച്ചൊക്കെയുള്ള സതീശൻ പറഞ്ഞ ചില കാര്യങ്ങൾ കേരളത്തിലെ പല സമുദായ സംഘടനകളെയും വലിയ രീതിയിൽ എതിർപ്പുണ്ടാക്കിയതാണ്. ഇപ്പോൾ പോലും നമ്മൾ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തി കാണിക്കുമ്പോൾ പോലും സതീശൻ നായർ സമുദായത്തിലുള്ള ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാത്തതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത്. NSS പോലുള്ള സംഘടനകളുടെ പ്രതികരണത്തെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം സതീശൻ്റെ ഒരു കേഡർ സംവിധാനത്തെ പോലെ കോൺഗ്രസിനെ കണക്കാക്കുന്ന നിലപാട്. ഇപ്പം കണ്ണൂർ ജില്ലയിലെ വലിയ കോൺഗ്രസിൻ്റെ അട്ടിമറി വിജയങ്ങൾ, പ്രത്യേകിച്ച് CPM-ൻ്റെയൊക്കെ പാർട്ടി കോട്ടകളിലൊക്കെ അട്ടിമറി വിജയം നേടിയതിനെയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സതീശൻ ഒരു നെഹ്റൂവിയൻ ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇടതുപക്ഷമുള്ളവരെല്ലാവരും യഥാർത്ഥ ഇടതുപക്ഷക്കാർ, ആ രീതിയിലേക്കൊക്കെ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ആ രീതിയിൽ കൊണ്ടുവരികയാണ്. ആ പ്രഖ്യാപനം വലിയ ഗുണം ചെയ്തു, വലിയ മാറ്റം. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു വലതുപക്ഷമായി മാറിയെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ കൃത്യമായിട്ട് ഇതിനെ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷക്കാരെ കണ്ടാൽ നിങ്ങൾ ചിരിക്കണം, കാരണം അവർ നമ്മൾ കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് സതീശൻ പറഞ്ഞത്. അതാണ് ഈ ഒരു ടാക്ടിക്സ് സതീശൻ പാർട്ടിയിലുടനീളം കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഘടകകക്ഷികളെ അഭിസംബോധന ചെയ്യുമ്പോഴാവട്ടെ, കൂടെയുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴാവട്ടെ, ഇപ്പം നമ്മൾ കാണുകയാണ് ഘടകകക്ഷികൾ സതീശന് വേണ്ടി പരസ്യമായി രംഗത്തെത്തുന്നു. പല പാർട്ടികളിൽ നിന്നുള്ള ആൾ രംഗത്തെത്തുന്നു. CPM-ൻ്റെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്രാവശ്യം സർക്കാരിലേക്ക്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് UDF-ൻ്റെ ക്യാമ്പിലേക്ക് വോട്ടൊഴുകിയെത്തുന്നു. അപ്പോൾ പല രീതിയിൽ സതീശൻ എന്ന് പറയുന്നൊരു നേതാവ് ഈ പാർട്ടിയെയും ഈ സംവിധാനത്തെയും ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെല്ലാം ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഇപ്രാവശ്യം മുഖ്യമന്ത്രി കസേരയിലേക്ക് സതീശനെ എത്തിച്ചു നിർണായകമാണ്. പക്ഷേ ഇനിയുള്ള കാലം ഭരണാധികാരിയുടെ ചുമതലയാണ് VD സതീശൻ. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശൻ അത് എത്രമാത്രം ഇതുവരെ കൊണ്ടുപോയിരുന്ന ഈ ഒരു കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് നേരിടുന്ന വലിയ ക്രൗഡ് പുള്ളർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് സതീശൻ ഇപ്പോൾ ഒരു ക്രൗഡ് പുള്ളറാണ്. നമ്മളിപ്പോൾ നേരത്തെ അങ്ങ് VS-നെ കുറിച്ച് പറഞ്ഞതുപോലെ VS ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. VS പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ VS-ന്റെ ഒപ്പം പാർട്ടി ഇല്ലായിരുന്നില്ല. 5 വർഷവും VS-നെ നിയന്ത്രിച്ചുകൊണ്ട ഒരു മുഖ്യമന്ത്രി, അതായത് പ്രസംഗങ്ങൾ പോലും എഴുതി കൊടുത്തുകൊണ്ടാണ് VS-നെ നിയന്ത്രിച്ചത്. എപ്പോഴും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല തീരുമാനങ്ങൾക്കും തടസ്സമുണ്ടാക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചിരുന്നു. അങ്ങനെ പലതരം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് VS ഒരു ജനകീയനായി മാറി. ഇവിടേക്ക് വരുമ്പോൾ VD സതീശന് ഇത്തരം നിയന്ത്രണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അല്ല, നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം VS വലിയ വെല്ലുവിളി, VS നേരിട്ടതിനേക്കാൾ വലിയ വെല്ലുവിളി VD സതീശൻ പാർട്ടിക്കകത്ത് നേരിടുമെന്നാണ് ഞാൻ കരുതുന്നത്. 2 മുതിർന്ന നേതാക്കന്മാരുടെ മാത്രം പ്രശ്നമല്ല, അതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ, പാർട്ടിക്കകത്ത് നമുക്ക് പുറത്തു വന്ന വിവരങ്ങളനുസരിച്ചിട്ട് പാർട്ടിയുടെ നിയമസഭാ കക്ഷിക്കകത്ത് MLA-മാരുടെ പിന്തുണ VD സതീശന് കാര്യമായി ഇല്ല. ആ പിന്തുണ കൂടുതൽ പിന്തുണയുണ്ടായത് KC വേണുഗോപാലായിരുന്നു. KC വേണുഗോപാൽ MP ആണ്. അപ്പോൾ MP ഇവിടെ വന്ന് മത്സരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മറ്റൊന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ശക്തമായ എതിർപ്പ് അറിയിച്ചു. മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല. സീനിയറായ തന്നെ പരിഗണിച്ചില്ല എന്നുള്ള തരത്തിലുള്ള എതിർപ്പുകൾ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിയമസഭാ കക്ഷിക്കകത്ത് പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതാണ് VD സതീശൻ നേരിടുന്ന ആദ്യ വെല്ലുവിളി. കുറേ പേരൊക്കെ ചേരിമാറി വന്നേക്കാം. ആ വെല്ലുവിളി നേരിടാൻ കഴിയുമോ എന്നുള്ളതാണ് സതീശൻ ആദ്യം തോന്നുന്നത്. പറയേണ്ടത് വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് കേവല വിശ്വാസമല്ല, ഇവർ രാഷ്ട്രീയക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കോൺഫിഡൻസ് VD സതീശൻ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ KC വേണുഗോപാലിനൊപ്പം ഭൂരിഭാഗം MLA-മാർ നിൽക്കുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന ആളുടെ ഒപ്പം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ജനക്കൂട്ടമോ ഘടകകക്ഷികളോ ആരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ,
പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് പാർട്ടിയിലെ MLA-മാരുടെ പാർട്ടിയാണ് കേരളം ഭരിക്കാൻ കഴിച്ചില്ല. പോകുന്നത്. അതെ. പാർട്ടിയാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. പാർട്ടി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് കേരളം ഭരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെജോറിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റു പലർക്കുമായിരുന്നു ഇതുവരെ. അതെ, അത് അധികാര കേന്ദ്രങ്ങളോട് സ്വാഭാവികമായും ഈ പറയുന്ന അധികാരത്തിൽ പങ്കു കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു ചായ്വ് തന്നെയാണ് വി ഡി സതീശനെ തള്ളിക്കൊണ്ട് KC വേണുഗോപാലിനോട് ഭൂരിപക്ഷം MLA-മാരും കാണിച്ചതെന്ന്, കോൺഗ്രസ് MLA-മാരും കാണിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറിയത് വി ഡി സതീശൻ്റെ ഈ ഒരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. ഈ അണികൾക്ക് കൊടുത്ത ആത്മവിശ്വാസമൊക്കെ തന്നെയായിരുന്നു. ഇവരിൽ പല MLA-മാരെയും വിജയിപ്പിച്ചതുപോലും വി ഡി സതീശൻ കൊടുത്തൊരു പിന്തുണ കൊണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ അവർ ഡൽഹിയിലുള്ള ഒരു അധികാര കേന്ദ്രത്തോടാണ് അവരുടെ കൂറ് പ്രഖ്യാപിച്ചത്. കാരണം എന്ന് വെച്ചാൽ KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരും. സ്വാഭാവികമായിട്ടും ആ അധികാര കേന്ദ്രത്തോടാണ് തങ്ങളുടെ കൂറ് കാട്ടേണ്ടതെന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിലെ MLA-മാർ ഭൂരിപക്ഷവും മാറി. എനിക്ക് തോന്നുന്നത് അത് പറയുന്നതിനൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ വി ഡി സതീശന് ചില സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, അദ്ദേഹത്തിൻ്റെ രീതികളുണ്ട്. ഈ രീതികളോട് നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു കാര്യം അടിവരയിട്ട് കാണിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ സ്വാഭാവികമായി കോൺഗ്രസിനോട് എക്കാലമുള്ള പരമ്പരാഗത ശൈലികളോട് ചേർന്ന് പോകുന്ന ഒന്നല്ല. അതോടുള്ളൊരു അതൃപ്തിയും ഈ MLA-മാർക്കിടയിൽ ഉണ്ടായേക്കാം. കാരണം പല MLA-മാരും വളരെ സതീശൻ അങ്ങ് സൂചിപ്പിച്ച പോലെ സതീശൻ മണ്ഡലത്തിലിറങ്ങി പ്രചാരണം നടത്തി ജയിപ്പിച്ച MLA-മാർ വരെയുണ്ട്. അവർ പോലും സതീശൻ അധികാരത്തിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഭയം തോന്നുന്നുണ്ട്, എന്തൊക്കെയോ ഇടപെടൽ ഉണ്ടാകുന്നോ, എന്തെങ്കിലുമൊക്കെ അവർ ഭയക്കുന്നുണ്ടാവും. അതൊരു വാലിഡ് റീസൺ ഉണ്ടാവും. ഒരിക്കലും അങ്ങനെ ഒരു അധികാര കേന്ദ്രത്തോട് അന്ധമായിട്ടുള്ള ഒരു ചായ്വ് MLA-മാരിൽ ഉണ്ടാവാനിടയില്ല. അത് ഉണ്ടാവുന്നതിന് പുറകിൽ വി ഡി സതീശനോട് അനിഷ്ടം മാത്രമാണ്, അല്ലെങ്കിൽ വി ഡി സതീശനോട് മറ്റെന്തെങ്കിലുമൊക്കെ ഭയം, മറ്റെന്തെങ്കിലുമൊക്കെ ആശങ്ക, വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ചോ ആശങ്കയുണ്ടെന്നും ആ ആശങ്ക MLA-മാരിൽ നിന്ന് മാറ്റുന്നതിൽ വി ഡി സതീശൻ അല്പം പരാജയപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ്. പരാജയമെന്ന് അത് പറയാൻ കഴിയുമെന്നുള്ളത് ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്. VS അച്യുതാനന്ദന് പാർട്ടിക്കകത്തുനിന്നുള്ള MLA-മാരുടെയും പാർട്ടിയുടെയും പിന്തുണ കുറവായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനെ മറികടന്ന് ജനങ്ങളിലേക്കാണ് VS ചെന്നത്. ഞാൻ VS-നെയും വി ഡി സതീശനെയും താരതമ്യപ്പെടുത്തുകയല്ല കേട്ടോ, അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ. പക്ഷേ ഈ ഭരണത്തിൽ സതീശൻ നേരിടാൻ പോകുന്ന പ്രശ്നം MLA-മാരുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ഒരു അകൽച്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കകത്ത് നിയമസഭാ കക്ഷിക്കകത്തും അകൽച്ചയുണ്ടായി. 3 ശാക്തിക കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷവും സതീശനോട് ചേർന്ന് നിൽക്കാത്തവരാണ്. അപ്പോൾ ഇവരെ വീണ്ടെടുക്കാനും സതീശനെ ഇവരോടൊപ്പം നിർത്താനും കഴിഞ്ഞില്ല എങ്കിൽ ഭരണം മുന്നോട്ട് പോകാൻ കഴിയില്ല. പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ കോൺഗ്രസ് നിയമസഭാ കക്ഷിക്കകത്തുണ്ടാകും. അപ്പോൾ അത് ആദ്യം തന്നെ അവർ നേടിയെടുത്താൽ മാത്രമേ സതീശന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ആദ്യം സതീശൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. സ്വാഭാവികമായിട്ടും ഈ KC വേണുഗോപാൽ എന്നൊരു അധികാര കേന്ദ്രം ഡൽഹിയിലുണ്ട്. ആ അധികാര കേന്ദ്രം എങ്ങനെയാണ് താൻ നേരിട്ട നഷ്ടത്തെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പറയാൻ കഴിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ നിലപാട് എന്താണെന്നറിയില്ല. അത് ഹൈക്കമാൻഡും KC വേണുഗോപാലിനോട് സ്വീകരിക്കാൻ പോകുന്ന തുടരാനായിട്ട് KC വേണുഗോപാലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ എന്നാൽ പോലും കേരളത്തിലെ MLA-മാർക്കിടയിൽ സ്വാധീനമുണ്ട് KC വേണുഗോപാലിന്. അപ്പോൾ അത് ഉപയോഗിക്കുമോ, സതീശനെ വെട്ടാനായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ളത് ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ല. കേരളത്തിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. കേരളത്തിൽ 2 പാർട്ടികളായി AK ആൻ്റണിയുടെയും കരുണാകരൻ്റെയും ഗ്രൂപ്പുകൾ ഒരു പാർട്ടിക്കകത്ത് നിന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അവർ ഭരണകാലത്തും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴൊക്കെ പാർട്ടിക്കകത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് മറികടന്ന് പോയാലാണ് കേരളം നേരിടുന്ന വെല്ലുവിളികൾ പിന്നീട് അതിനെ മറികടക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ ഈ പാർട്ടിയുടെ പിന്തുണ, MLA-മാരുടെ പിന്തുണ നേടിയെടുത്താൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഭരണാധികാരി എന്ന നിലയിൽ ജനപിന്തുണ എന്ന് പറയുമ്പോഴും അവിടെ ഈ സതീശൻ്റെ ഇപ്പോൾ രമേശ് ചെന്നിത്തല വിഭാഗമാകട്ടെ KC വേണുഗോപാൽ വിഭാഗമാകട്ടെ ഹൈക്കമാൻഡിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കണ്ടതാണ്. അതിൽ പലരും പറയുന്നത് ഒരു PR സ്റ്റണ്ടാണ് സതീശൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണയൊക്കെ PR സ്റ്റണ്ടാണെന്നാണ് കോൺഗ്രസ് നമ്മുടെ അഭിപ്രായമല്ല, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് വീണ്ടും സതീശന് അനുകൂലമായി ഉണ്ടായൊരു ആൾക്കൂട്ടത്തിൻ്റെ ഒരു വികാരം മാത്രമല്ല, ഈ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളും പലപ്പോഴും ഈ ഒപ്പീനിയൻ മേക്കേഴ്സായ ആളുകളൊക്കെ തന്നെ സതീശന് വേണ്ടി തന്നെ രംഗത്തിറങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അത് ഞാൻ കണ്ടത് VS-ൻ്റെ കാലത്ത് തന്നെയാണ്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ആളുകൾ പോലും VS-നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള നിലയിലേക്ക് മാറിയ ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ തരത്തിൽ ഈ കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾ, മുൻപ് ഇടതുപക്ഷക്കാരൊക്കെ ആയിരുന്ന ആളുകൾ പോലും സതീശന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഡ്രാമക്കിടയിൽ അപ്പോൾ അത് KC വേണുഗോപാൽ വന്ന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള
ആ ഒരു തോന്നലിനോടുള്ള ഒരു എതിർപ്പ് കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായത്. അല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ടാണ്. വി എസ് അച്യുതാനന്ദൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു വലിയ ഡ്രാമയല്ല, അതിനുള്ളിൽ നിൽക്കുന്ന റൈവലറിയുടെ ഭാഗമായിട്ട് ഒരു സിനിമയിൽ നായകൻ്റെ പക്ഷം ചേരുന്നത് പോലെയാണ് ജനങ്ങൾ അതിൽ ചെയ്തത്. അത് മാത്രമല്ല, ഇതൊരു നീണ്ട സീരിയൽ പോലെ വലിയ രീതിയിൽ ഇതിങ്ങനെ ഓരോ വീടുകളിൽ തൊട്ടിട്ട് കവലകളിൽ പോലും ചർച്ചയാകുന്ന ഒരു വിഷയമായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിൽ പൊതുബോധം രൂപീകരിക്കപ്പെട്ടു എന്നുള്ള ശരിയാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു തരം ജീർണാവസ്ഥയുണ്ട് കേരളത്തിലെ ഭരണത്തിൽ. 10 വർഷമായി ഭരണത്തിലില്ല. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങൾ, അത്തരം കോൺഗ്രസ് ഒരു തരത്തിലുള്ള മൃതാവസ്ഥയിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ. അപ്പോൾ അതിനെ കുറച്ചെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വി ഡി സതീശനാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ നേതാക്കന്മാർ ഏത് പാർട്ടിയിലാണെങ്കിലും പഴയ നേതാക്കന്മാരും പഴയ ആശയക്കാരും മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അത് സതീശൻ എന്ന് പറയുന്നത് ഒരു നേരത്തെ ചോദിച്ച പോലെ ഒരു പുതുയുഗത്തിൻ്റെ ആളാണോ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ്റെ ആളാണോ എന്ന് ചോദിച്ചാൽ, ഈ ന്യൂ ജനറേഷൻ്റെ ആളുകൾ നേരത്തെയും കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. യങ് ടർക്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള യുവ തുർക്കികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി തന്നെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന ഒരു നേതാവായിരുന്നു. ഇനി കേരളത്തിലേക്കാണെങ്കിൽ കേരളത്തിലെ എ കെ ആൻ്റണിയുടെ നേതൃത്വത്തിൽ വന്ന യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന ആളുകളായിരുന്നു കരുണാകരൻ്റെയും മറ്റുമൊക്കെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന ആളുകളായി മാറിയത്. അവരൊരു പക്ഷം ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷവുമായി പോലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇടതുപക്ഷവുമായി പോലും ഐക്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരുന്നു. അപ്പോൾ ഇത് എല്ലാ ഘട്ടത്തിലും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് മാത്രം നേരിടുന്ന പ്രതിസന്ധിയല്ല, മറിച്ച് കേരളം നേരിടുന്നൊരു വലിയ പ്രതിസന്ധി, ഒരു ഭരണ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ ഭരണ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമോ? സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഭരണപരമായ മറ്റ് പ്രശ്നങ്ങളുണ്ട്, ബ്യൂറോക്രസി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പോലീസ് നയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വികസന മുരടിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ കേരളം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കണം, പാർട്ടി MLA-മാരെ ഒരുമിപ്പിച്ച് നിർത്തണം. അങ്ങനെ ടീം UDF എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഈ സംഗതിയെ തുടർന്നും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശന് സുഗമമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൻ്റെ വികസന മുരടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട മറ്റു പല സംവാദങ്ങളിലേക്ക് നയിക്കും. എനിക്ക് അത്ര സമാനമായ അഭിപ്രായമില്ല. എങ്കിലും വി ഡി സതീശന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എനിക്ക് തോന്നുന്നത്, ഒന്ന് പാർട്ടിയുടെ വിശ്വാസ്യത. പാർട്ടി ആസ് എ ഹോൾ, പാർട്ടി ഒരു പൊതുബോധം എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യത പൂർണ്ണമായി നേടിയെടുക്കേണ്ടതുണ്ട്. 2, വി ഡി സതീശന് MLA-മാരടക്കമുള്ളവരുടെ പിന്തുണ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അവിടെയുള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത്, പരമ്പരാഗത ലൈനിൽ നിന്ന് വ്യത്യസ്തമായൊരു ലൈൻ വി ഡി സതീശൻ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സമുദായ സംഘടനകളുടെ ഒരു അപ്പീസ്മെൻറ്റൊക്കെ എല്ലാ കാലവും കോൺഗ്രസ് അല്ലെങ്കിൽ UDF സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ്. അപ്പം ഇത്തരം സാധനങ്ങളെ എങ്ങനെയാണ് വി ഡി സതീശൻ്റെ ലൈൻ ഇങ്ങനെ ആയതുകൊണ്ട് വി ഡി സതീശൻ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാലത്ത് ടാക്കിൾ ചെയ്യുന്നുള്ള വിഷയമുണ്ട്. പലപ്പോഴും ഇപ്പോൾ സമുദായ സംഘടനകൾ വി ഡി സതീശനെതിരെ നിലപാടുകൾ നിലനിൽക്കണമെന്നില്ല. അല്ല, അത് നിലനിൽക്കണമെന്നില്ല എങ്കിലും അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുക എല്ലാ കാലത്തും. ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും സമുദായ സംഘടനകളുടെ ഉള്ളിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തേണ്ട സമയത്തൊക്കെ കൃത്യമായി ഇത് ചെലുത്താൻ പറ്റുന്നവരും മിടുക്കന്മാരുമാണ് നമ്മുടെ സമുദായ സംഘടനകൾ. അത് നടക്കും, അത് നടക്കില്ല എന്ന് നമുക്ക് പറയാം. സതീശനോട് അവർ ചേർന്ന് നിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ സതീശൻ ഈ ലൈൻ തുടരുന്നിടത്തോളം, പിണറായി വിജയനോട് ചേർന്ന് നിന്ന ആളുകളാണ് സതീശൻ ഈ ലൈൻ തുടരുന്നിടത്തോളം പരസ്യമായി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സതീശൻ പറഞ്ഞാണ്. അത് പക്ഷേ ഇതുവരെ സ്വീകരിച്ച സമീപനം തന്നെയാണോ സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വീകരിക്കാൻ പോകുന്നത്? നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് തള്ളി പറയുക ഭരണാധികാരിയാണ്. ഭരണഘടന സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടിയുണ്ട്. സമുദായ സംഘടനകൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതിലൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിരിക്കാം. പിന്നെ സതീശന് എതിരെ പ്രവർത്തിച്ച ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള വിഭാഗീയ നീക്കങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് 11 ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയ പല MLA-മാരുണ്ട്. നമ്മുടെ പ്രമുഖരായ പല MLA-മാരുമുണ്ട്. അവരിപ്പോൾ ഓരോ ബോക്സുകളിലാണ് നിൽക്കുന്നത്. അവർ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? ഈ പക്ഷം പിരിച്ചു വിട്ടുകൊണ്ട് അവർ വി ഡി സതീശന് മുന്നിലേക്ക് അലൈൻ ചെയ്ത് വരുമോ, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ അവിടെ തുടരുമ്പോൾ എങ്ങനെയാണ് ഈ പ്രതിരോധത്തെ വി ഡി സതീശൻ മാറുക? അതാണ് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം. അതെ, നമ്മൾ നേരത്തെ സമുദായ സംഘടനകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അധികാരത്തോട് ഒട്ടി നിൽക്കുന്നവരാണ് മിക്കവാറും രാഷ്ട്രീയ പ്രവർത്തകരും MLA-മാരും. അപ്പോൾ സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളാണ്. ആ ഒരു പുതിയ അധികാര കേന്ദ്രമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ അധികാര കേന്ദ്രത്തിൽ നിന്ന് എന്ത് തങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ടാകുമെന്ന നിലയ്ക്കായിരിക്കും അവർ ചിന്തിക്കുക. രാഷ്ട്രീയക്കാരാണ്, MLA-മാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സൃഷ്ടിച്ച പ്രശ്നങ്ങൾ അതേപടി ഗ്രൂപ്പുകളായി നിലനിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല.
കാരണം ഈ വലിയൊരു ഇപ്പം വിഭാഗം ആളുകൾ മന്ത്രിമാരാകാൻ പോകുന്നുണ്ട്. കെ മുരളീധരൻ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്, സണ്ണി ജോസഫ് മന്ത്രിയാകാൻ സാധ്യതയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ഇവരെ എതിർത്ത, സതീശനെ എതിർത്ത ആളുകൾ പോലും ഒരുപക്ഷെ മന്ത്രിസഭയിലേക്കും അല്ലെങ്കിൽ സ്പീക്കർ പദവിയിലേക്കുമൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അപ്രോച്ചിലൊക്കെ മാറ്റം വരാം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ പലയിടത്തും ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ KC പക്ഷം എന്നുള്ള രീതിയിലൊക്കെ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ രഹസ്യമായി യോഗം ചെയ്തിട്ടുണ്ട്. പല നേതാക്കളും യോഗം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വാർത്തയായിട്ട് തന്നെ നമുക്കറിയാവുന്ന വിഷയമാണ്. പല ആളുകളെ നമ്മൾക്ക് തന്നെ മാധ്യമപ്രവർത്തന രീതിയിൽ പരിചയമുണ്ട്. അപ്പോൾ KC പക്ഷമൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സത്യമാണ്. അപ്പം ഇത്തരത്തിൽ വിഭാഗങ്ങൾ, പുതിയ ഗ്രൂപ്പുകൾ കോൺഗ്രസ് ഉളവെടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകൾ എങ്ങനെയായിരിക്കും പിന്നെ ഡെവലപ്പ് ചെയ്തത്? നമ്മൾ AI ഗ്രൂപ്പുകളാവില്ല. അല്ല, AI ഗ്രൂപ്പുകളുടെയൊക്കെ പ്രസക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ ഇല്ലാതാവുന്നുണ്ട്. പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളപ്പെടുന്നുണ്ട്. രമേശ് ചെന്നിത്തല വലിയ രീതിയിലൊരു ആക്രമണകാരിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. കാരണം അദ്ദേഹം മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, വളരെ മുതിർന്ന ആളാണ്. അദ്ദേഹത്തിനുണ്ടായ വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ വലിയ ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. അത് അല്ലാന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. കാരണം സീനിയോറിറ്റിയുള്ള, വളരെ ദൗർഭാഗ്യം കൊണ്ട് മാത്രം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തട്ടിമാറ്റപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വലിയ വേദന അത് നമ്മൾ അംഗീകരിക്കുന്ന വിഷയമാണ്. എങ്കിലും രമേശ് ചെന്നിത്തലല്ല, KC വേണുഗോപാലാണ്. അത്തരം വേദനകളൊക്കെ സ്വാഭാവികമാണ്. KC വേണുഗോപാലാണ് ഇതിൽ കരുത്തനായിട്ടുള്ള ഒരു പ്ലേ മേക്കറാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ VD സതീശന് മുമ്പുള്ള രാഷ്ട്രീയ പ്രതിസന്ധി, നമ്മൾ നേരെ പറഞ്ഞ പോലെ ഭരണപരമായിട്ടുള്ള പ്രതിസന്ധി വേറെയുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക നിലയുണ്ട്. എങ്ങനെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്? നിലവിലെ പല കാര്യങ്ങളും പിരിച്ചുവിടുമെന്നൊക്കെ നേരത്തെ കോൺഗ്രസ് പ്രചരണ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളിൽ സമ്പൂർണ്ണ ഉടച്ചുവാർക്കലാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മിക്ക വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് അത് നടപ്പിലാക്കുന്ന നിർവഹണ ഏജൻസിയായിട്ട് കിഫ്ബി മാറിയിട്ടുണ്ട്. അപ്പോൾ കിഫ്ബി പോലെയുള്ള പ്രസ്ഥാനങ്ങളെ പൊളിച്ചു പണിയുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ സങ്കീർണമായ പ്രക്രിയകളാണ്. അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കടം വാങ്ങിയിട്ടൊക്കെ വലിയ രീതിയിൽ ഫണ്ട് റൈസിംഗ് ഒക്കെ നടത്തിയ സ്ഥാപനങ്ങളാണ്. അതിൽ കിടപെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. അതെങ്ങനെ മുന്നോട്ട് പോകും? രണ്ട്, നമ്മൾ വളരെ നിസ്സാരമായി പറഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിക്കുന്ന KSRTCയിലെ വനിതാ സംവരണം അടക്കമുള്ള വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ പ്രചാരണ കാലഘട്ടത്തിൽ കൊടുത്തുള്ള വാഗ്ദാനങ്ങൾ, അതിനെ ഒരു സർക്കാരിനെ ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു അതിനുള്ളൊരു ശ്രമങ്ങൾ, അങ്ങനെ VD സതീശന് മുമ്പിൽ വലിയ പ്രതിസന്ധികളുണ്ട്. ചെറിയ പ്രതിസന്ധികളൊന്നും അല്ല. ഈ രാജ്യം തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന കാലഘട്ടമാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കോൺഗ്രസിനോട്, CPM-നോട് കാണിച്ചിരുന്ന കരുണ പോലും ഇനി ഒരു പക്ഷേ കോൺഗ്രസ് സർക്കാരിനോട് കാണിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ കേന്ദ്രം ഇത്തരത്തിലുള്ള നിലപാടുകൾ കടുപ്പിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് കേന്ദ്രത്തിലടക്കം നേതാക്കളുള്ളൊരു സംസ്ഥാനമാണ്. പോലീസൊക്കെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. പോലീസാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സർക്കാരിനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പോലീസിൻ്റെ നടപടികളായിരുന്നു. അപ്പോൾ അത് സംഘി പോലീസ് എന്ന RSSൻ്റെ സാന്നിധ്യം പോലീസിലുണ്ടെന്നാണ് CPM പോലും പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇവരെ ഈ പോലീസിൻ്റെ കാര്യത്തിലും ഈ അടുത്ത VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കടന്നുവരവും ഇത്തരത്തിലൊരു പോളറൈസേഷന് പല സംഘടനകൾ ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പോൾ അവസാനം വരുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതായത് പാണക്കാട്ട് നിന്നുള്ള നിർദ്ദേശമാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ള രീതിയിൽ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ, ജനകീയതയ്ക്ക് പകരം വയ്ക്കാൻ വർഗീയത എന്നുള്ള രീതിയിലേക്ക് ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് ജനകീയമായിട്ടുള്ള തീരുമാനമൊന്നുമല്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ചില സമുദായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മാത്രമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ പ്രചാരണം കൂടുതൽ ശക്തമായി തിരിച്ചു വരും. ഇനി ഉണ്ടാവുകയാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത്രയും കാലം നമ്മൾ മൂക്ക് പൊത്തി കടന്നു പോയിട്ടുള്ള വഴികളിലൊക്കെ ഈ ഓട തുറന്നു വരികയാണ്. ഇനി നമുക്കതിൽ മൂക്ക് പൊത്തി നടന്നു പോകാൻ കഴിയില്ല. കാരണം സർവത്ര ഇതിനി തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ്റെ കടന്നുവരവ് അടക്കം ഇത്തരത്തിൽ ഇപ്പോൾ അപ്പോൾ നമുക്കിത് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ഈ വെല്ലുവിളികളെ സതീശൻ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയുള്ളൂ. കാരണം ഇനി കടന്നേ പറ്റൂ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇതൊന്നും മറികടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിൽ അത് മറികടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കടന്നുവരവ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പുതുമയുള്ളതാണ്. വലിയ ജനവികാരത്തിന് ഹൈക്കമാൻഡ് കീഴടങ്ങുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണത്. VD സതീശന് മുമ്പിൽ വലിയ സാധ്യതകൾക്കൊപ്പം വലിയ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിനൊപ്പം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആ വെല്ലുവിളികളെല്ലാം അദ്ദേഹത്തിന് അതിജീവിച്ചേയാവും. അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ. VD സതീശന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും.